ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഗോൾഡിൻ്റെ അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു 45 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അനാലിസിസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഒരു ഫോറക്സ് ലാബിൻ്റെ ചെറിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലെവൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് 9:20 അതായത് UAE ടൈമാണ്. ഞാൻ UAE എന്നാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതായിരുന്നു ഒരു അനാലിസിസ്. അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ ചാനലായിരുന്നു അത്. ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വന്നേക്കുന്ന സിംഗ് ലോ അതിൻ്റെ ആ ഒരു ലെവലിൽ വന്ന ഒരു ബീറിഷ് മൊമെൻറ്റമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബീറിഷ് മൊമെൻറ്റം പറഞ്ഞ ഹൈ ചാൻസസ് ഫോർ ബ്രേക്ക് ഡൗൺ. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ന്യൂസ് ഇമ്പാക്ട്സ് ഒക്കെ കണ്ടോ, നോക്കിയാൽ ഓരോ ഹൈ ഇമ്പാക്റ്റ് വരുന്ന ന്യൂസുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മൊമെൻറ്റം കൂടുതൽ, അതായത് നല്ലൊരു വോളറ്റിലിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക, അല്ല എക്സ്പേർട്സ് ആണെങ്കിൽ നമുക്ക് അവിടെ സ്കാൽപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അത് ഓരോ ലെവൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ട, ഇതൊരു റിട്ട് സപ്പോർട്ടാണ്, ഡിമാൻഡ് സോണാണ്, അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നു. അതിൻ്റെ ചെറിയ പ്രോഫിറ്റ്സ് $42. അത് നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതൊരു $250 ഒക്കെ വെച്ച് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതും പേയ്മെൻ്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുന്നതാണ്. റെസിസ്റ്റൻറ്റ് ഫിയേഴ്സ് ഓൺ ഡോമിനേറ്റ് ഓയിൽ മൂവ്സ്, അതുപോലെ തന്നെ ഓരോരുത്തർ ബിഗിനേഴ്സ് കണ്ടോ, ചെറിയ ചെറിയ എമൗണ്ട്സ്, അതായത് ചെറിയ എമൗണ്ട്സിൽ നിന്നാണ് ഈ ഒരു വലിയ എമൗണ്ട്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു $250 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് പതുക്കെ നമ്മുടെ കോൺഫിഡൻസിനനുസരിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആരും വലിയൊരു എമൗണ്ട് ഒന്നിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. കണ്ട, ഇതുപോലെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാ ആപ്സും കണ്ട, മോർണിംഗ് ക്യാപ്സ്യൂൾ, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരും. ഓരോ ലെവൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങൾ. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഗൈഡൻസ് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിത്തിൻ 3 months നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് തരാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈവ് സ്ട്രീം വരും. നമ്മളെ ടെക്നിക്കൽ അനാലിസിസ് ഡെയിലി നമുക്ക് ലൈവ് സ്ട്രീം വരും. അപ്പോൾ ആ ഒരു ലൈവ് സ്ട്രീമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും അതേപോലെ ആ ഒരു ടെക്നിക്കൽ അനാലിസിസും നമ്മളോട് ഫ്രീ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ബിഗിനേഴ്സ് ഏൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ചെറിയൊരു എമൗണ്ടാണ് അത്. നിങ്ങൾക്കും ഇതുപോലെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട. അവിടെ ലോസ് വരില്ല എന്നല്ല, ലോസ് വരുമ്പോൾ ചെറുത്, പ്രോഫിറ്റ് അടിക്കുമ്പോൾ വലിയൊരു പ്രോഫിറ്റ്. അതാണ് റിസ്ക് റിവാർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോറക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് നമ്മൾ മുമ്പ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് അവിടെ ടൈമിങ് വളരെ, അതായത് ഇപ്പോൾ ജോലിയുള്ളവർക്ക് ആയി കഴിഞ്ഞാലും, അതായത് ഡേ ടൈമിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളൂ. രാവിലെ ഒരു ഇന്ത്യൻ ടൈം ആണെങ്കിൽ രാവിലെ ഒരു 9:15 to 3 മണി വരെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സമയമുള്ളൂ. അതും കൂടുതൽ സമയത്ത് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഫോറക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വോളറ്റൈലാണ്, കൂടുതൽ മൊമെൻറ്റും ഉണ്ട്, കൂടുതൽ ലോസ് വരാനും പ്രോഫിറ്റ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും, അതായത് 24 hour. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവുന്നില്ല. ശനി ഞായർ മാത്രമാണ് മാർക്കറ്റ് ക്ലോസ്. കണ്ടോ, ഓരോരുത്തരും ഏൺ ചെയ്യുന്നത് കണ്ടോ, ഓരോ എമൗണ്ടുകൾ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബിഗിനറായിട്ട് തന്നെ വരാം, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ട്രേഡിങ്ങിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും, ചാർട്ടും എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഓക്കെ, അപ്പോൾ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആണ്, അതിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ടതല്ല. നിങ്ങൾ ട്രേഡ് ചെയ്യാനുള്ള പൈസ നിങ്ങൾ എടുക്കാം, ബാക്കിയുള്ള ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ തരുന്നതാണ്. ഓക്കെ, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗോൾഡിൻ്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ വ്യൂ ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള റീസണും, അതുപോലെ ഇനി അത് ഏത് ലെവലാണ് ഇനി അടുത്ത സപ്പോർട്ടെന്നും നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു വ്യൂ നമ്മുടെ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ അതായത് പ്രീവിയസ് ആയിട്ട് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്ത് തന്നത്. കണ്ട, ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അപ്പ് ഡൗൺ ആയിട്ട് വന്നു. അതിനുശേഷം ഇതൊരു ഡിമാൻഡ് സോൺ ആയിരുന്നു. ഈ ഒരു സോണിൽ നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ബൈ ചെയ്തതിന് ശേഷം വീണ്ടും അതൊരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എന്താ, ഹയർ ഹൈ ലോവർ ലോ, ഹയർ ഹൈ ലോവർ ലോ, ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ വെച്ചിട്ട് പുതിയൊരു ഹൈ അതിന് ബ്രേക്ക് ചെയ്യാൻ, പുതിയൊരു ഹൈ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഈ ഒരു വീക്ക്നെസ് കണ്ട, അപ്പോൾ ആ ഒരു ഇതിൽ വീക്ക്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ അതൊരു
ഇവിടെ ഒരു ന്യൂ ലോ വരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ലോയുടെ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു അപ് ട്രെൻഡിന്റെ ചാനൽ അവിടെ ബ്രേക്ക് ആയി. പക്ഷെ അത് വീണ്ടും ഒരു ഹയർ ലോ എടുത്ത് തന്നെ, അതായത് പ്രീവിയസ് ലോയുടെ മുകളിൽ തന്നെയാണ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കണ്ടിട്ട് വീണ്ടും ഒരു പുതിയ ഹൈ തന്നു, വീണ്ടും പുതിയൊരു ലോ തരാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ പുതിയൊരു ഹൈ കൂടി തന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്ത ആ ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു ലെവലിലെല്ലാം ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഡിപ്പും നമുക്കുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അങ്ങനെയും ബൈ ചെയ്തവരുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? വീണ്ടും ആ ഒരു അപ് ട്രെൻഡ് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യാറായിട്ടില്ല. ഓക്കെ, വീണ്ടും പുതിയൊരു ഹൈ തന്നു. എല്ലാം പുതിയ കണ്ട ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ ആണ്. വീണ്ടും ഈ ഒരു ലോ വന്നു, പക്ഷേ അതൊരു ഹയർ ലോ അല്ല, സെയിം ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഇതാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലാണ് ഇനി ഒരു അപ് ട്രെൻഡ് ചാനൽ ബ്രേക്ക് ആവുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പുതിയൊരു ഹൈ ഉണ്ടാക്കാനും പറ്റുന്നില്ല, എന്നാൽ പുതിയൊരു ലോയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, ആ ഒരു നാരോ റേഞ്ചിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരു നാരോ റേഞ്ച് വന്നപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്തു. അതായത് ഇത്ര നേരം പുതിയൊരു ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു വീക്ക്നെസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അതായത് ഒരു അപ് ട്രെൻഡ് ആണ്. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിലുള്ള പൊസിഷൻസ് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. എന്താണ്, പുതിയൊരു ഹൈ അതിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, വീണ്ടും അതൊരു നാരോ റേഞ്ച് ആയിട്ട് മാറി. ഇനി ഇവിടെ ഈ ഒരു ഫൈറ്റ് വന്നു, ഈ ഒരു അപ് ട്രെൻഡ് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ആ ഒരു സിഗ്നൽ കൊടുത്തത്. ഹൈ ചാൻസസ് ഫോർ ബ്രേക്ക് ഡൗൺ, ഒരു ബ്രേക്ക് ഡൗൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ബൈ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാനുള്ള ടൈമായി. ഇനി പുതിയൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 1920 ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ആ ഒരു ഷോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബൈ ഒക്കെ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ബൈ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ സംഭവിച്ചത്? ആ ഒരു ലെവലിൽ നിന്ന് വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടി. ഇപ്പോൾ ഒരു 20 നിന്ന് ഒരു 0.8, ഒരു 12 പോയിന്റ് നമുക്ക് കിട്ടി. നിങ്ങൾക്കറിയാം 12 പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു, ഇപ്പോൾ ഒരു 1 ലോട്ടിലാണ് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ $1200 നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി. ഓരോ പോയിന്റിനും $100 വെച്ചാണ് 1 ലോട്ടിൽ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ $1200 പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, ഓരോ ദിവസം ഒരു $1200 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഇനി എന്താണ് ഗോൾഡിൽ നടക്കാൻ പോവാ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇടാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ കൂടുതൽ സ്റ്റോക്കുകളുടെ അനാലിസിസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു സപ്പോർട്ട് എവിടെയാണ്? ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് എടുത്ത ആള് എവിടെ എക്സിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു ബൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ എവിടെ ബൈ ചെയ്യണം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ നമുക്ക് അവിടെ ബ്രേക്ക് ഡൗൺ ആയി. അത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത മൂവ്മെന്റിനാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ബൈ ചെയ്ത് വെച്ചാൽ എല്ലാവരും അവിടെ സേഫ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നമുക്ക് ലോസ് ആണ്. ഈ ഒരു 12 പോയിന്റ് 13 പോയിന്റ് നമുക്ക് ലോസ് ആണ്, $13 ലോസ് ആണ്. പക്ഷേ നമ്മൾ കറക്റ്റ് ടൈമിലൂടെ എക്സിറ്റ് ചെയ്തു. വേണമെങ്കിൽ പുതിയൊരു ഷോർട്ട് പൊസിഷനും എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നൊരു സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. അതായത് ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് ഇനി അടുത്തൊരു സപ്പോർട്ട് കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു 100% സപ്പോർട്ട് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്ന് അതായത് ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആയി ഈ ഒരു ലെവലിൽ വന്ന് ഇനി അടുത്തൊരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്ന് ഫൈറ്റ് നടക്കുകയോ അല്ല, ഈ ഒരു ലെവലിൽ വന്നിട്ട് ബുൾസിനെ അനുകൂലിക്കുന്ന ക്യാൻഡിൽസ്, അതായത് ബുൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹാമർ ക്യാൻഡിലോ അല്ലെങ്കിൽ എൻഗുൾഫിംഗ് ക്യാൻഡിലോ മോർണിംഗ് സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഒരു ലെവൽ വരാണെങ്കിൽ ഇവിടെ നമുക്ക് ബൈ ചെയ്യാം. ഈ ഒരു ലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന അടുത്ത സപ്പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഇൻഡിക്കേഷൻ കിട്ടിയാൽ നമുക്ക് എന്തായാലും വാങ്ങാം. ഇനി ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നുള്ളൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് ഈ ഒരു ലെവലിലാണ് അടുത്ത സപ്പോർട്ട് വരാം. ഈ ഒരു സപ്പോർട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സപ്പോർട്ടാണ് 1865. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ബിയറിഷ് സൈഡാണ് ഗോൾഡിൽ നമ്മൾ നോക്കുന്നത്. ഈ ബിയറിഷ്, അതായത് ഈ ഒരു ലെവലിൽ തന്നെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ് ടു ദിസ് ലെവൽ. ഈ ഒരു ലെവലിൽ ഒരു ഫൈറ്റ് നടക്കുക അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കിട്ടുക, അത് ഏത് ടൈം ഫ്രെയിമിലാണ്? ഇപ്പോൾ ഞാൻ 1 അവറിലാണ്. നിങ്ങൾ ഒരു 15 മിനിറ്റിലോ അല്ലെങ്കിൽ 30 മിനിറ്റിലോ പോവുക. അതിനുശേഷം ഈ ഒരു ലെവലിൽ ഫൈറ്റ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുൾസിനെ അനുകൂലിക്കുന്ന ക്യാൻഡിൽസ് വരുന്നുണ്ടോ എന്ന് നോക്കാം.
വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മേടിക്കാം. ഇപ്പം എന്താ പുതിയൊരു ലോ, വീണ്ടും പുതിയൊരു ലോ വന്ന് ഇതേ വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ദേ 1905 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു $14-15 നിസാര ടൈം കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ 10:45 ഈ ഒരു ഫോള് തുടങ്ങിയത്, ഇപ്പോൾ ഒരു 1:45. അപ്പം ഈ ഒരു നിസാര ഈ ഒരു 2 hour 3 hour കൊണ്ട് തന്നെ നമുക്ക് ഇത്രയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. ഒരു 11 ശേഷമാണ്. ഇപ്പം എത്ര മണിയായിട്ടുണ്ട്? ഓക്കെ, അപ്പോൾ 1900 ലെവലിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡിമാൻഡ് സോൺ. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഡിമാൻഡ് സോൺ ഇതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.